ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത്ര കോമൺ അല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പലരിലും കണ്ടുവരുന്ന ഒരവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം. സെറസ്റ്റോമിയ. പേര് കേട്ട് പേടിക്കേണ്ട, വായിൽ വരുന്ന ഡ്രൈനസ്, അതാണ് ഈ സെറസ്റ്റോമിയ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളിത് സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനെങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. തുടങ്ങിയാലോ. അപ്പോൾ ഈ സെറസ്റ്റോമിയ എന്ന് പറയുന്നത് വായിലുണ്ടാവുന്ന ഡ്രൈനസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങളുടെ ഈ ഉമിനീര് ഗ്രന്ഥികൾ ഉമിനീര് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ വായിൽ ഈ വെറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് നിലനിർത്തുന്നത് നമ്മുടെ ഉമിനീരാണ്, അല്ലെങ്കിൽ സലൈവ. ഈ ഉമിനീര് നമ്മുടെ ശരീരാരോഗ്യത്തിനും ദന്താരോഗ്യത്തിനും അനിവാര്യമാണ്. കാരണം ഈ ഉമിനീര് ദഹനത്തിന് സഹായിക്കും. അതേപോലെ പല്ലിൽ ക്യാവിറ്റീസ് വരാണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അതേപോലെ വായിലുണ്ടാവണ ഈ നനവ് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാനും ഭക്ഷണം വിഴുങ്ങാനും എളുപ്പമാവുന്നത്. ഇനി സെറസ്റ്റോമിയയുടെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. അതിൽ നിരവധി കാരണങ്ങളുണ്ട്, എന്നാലും അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയാം. അത് നമ്മുടെ കയ്യിലാണല്ലോ. അതായത് പുകവലി, മദ്യപാനം, ഇത് രണ്ടും ഉമിനീരുൽപാദനം കുറയ്ക്കുന്നു. അതേപോലെ പിന്നെ ഉള്ളതാണ് മരുന്നുകൾ. അത് പലതരത്തിലുള്ള മരുന്നുകൾ, പലതരത്തിലുള്ള കണ്ടീഷൻസിന് മരുന്നുകൾ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ചില മരുന്നുകൾ ഒരു ടെമ്പററി ആയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഡ്രൈനസ് തോന്നിപ്പിക്കുക. ചിലതൊരു കുറച്ചൊരു പ്രൊലോങ് ടൈമിലേക്ക് ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് ഡയബറ്റിസ്. അത് നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ വരുന്നൊരു കാര്യമാണല്ലോ, ഡയബറ്റിക് പേഷ്യൻസ്. അവരിലും ഈ വായിൽ വരുന്ന ഡ്രൈനസ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ അതേപോലെ പാർക്കിൻസൺസ് പോലെയുള്ള തുടങ്ങിയ രോഗങ്ങൾ. പിന്നെ പറയുകയാണെങ്കിൽ ഈ ക്യാൻസർ ചികിത്സ, അതായത് റേഡിയോ തെറാപ്പി അത് കൂടുതലും ഈ ഹെഡ് ആൻഡ് നെക്ക് റീജിയൻ, അതായത് നമ്മുടെ തലയും കഴുത്തും ഇൻവോൾവ് ചെയ്യണ സ്ഥലങ്ങളിൽ റേഡിയോ തെറാപ്പി കൊടുത്തതിന് ശേഷം അവരിൽ കാണാറുണ്ട്. പിന്നെയാണ് പ്രായം. നമ്മൾ പ്രായമാകുമ്പോൾ ഉമിനീര് ഗ്രന്ഥികളുടെ പ്രവർത്തനം സ്വാഭാവികമായിട്ട് കുറയും. ഇതുപോലെ ഡ്രൈനസ് അനുഭവപ്പെടും. ഇനി സെറസ്റ്റോമിയയുടെ ലക്ഷണങ്ങൾ, അതായത് സെറസ്റ്റോമിയ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. നമുക്ക് പൊതുവായിട്ട് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ, അതായത് ഈ വായിൽ വരുന്ന ഡ്രൈനസും ഒട്ടലുകളും, വായ ഒട്ടിപ്പിടിക്കണ പോലെ തോന്നാം, സ്ഥിരമായ ദാഹം, നമുക്ക് ചവയ്ക്കാനും വിഴുങ്ങാനും സംസാരിക്കാനും ഉള്ള ബുദ്ധിമുട്ട്, തൊണ്ടയിലുള്ള ഡ്രൈനസും വേദനയും, ചുണ്ട് വിണ്ടുകീറുക, വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം അല്ലെങ്കിൽ ബാഡ് ബ്രെത്ത്. അതേപോലെ പല ഫുഡ് ഐറ്റംസും നമുക്ക് ടേസ്റ്റ് മനസ്സിലാവാണ്ടിരിക്കുക, അതായത് രുചികളിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇവയിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ വേഗം തന്നെ കൺസൾട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ സെറസ്റ്റോമിയ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ ഡെൻറ്റിസ്റ്റ് ചെയ്യണ കാര്യങ്ങൾ വായയുടെ പരിശോധന, അതേപോലെ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കേസ് ഹിസ്റ്ററി നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് എടുക്കും. ഒപ്പം ചിലപ്പോൾ ഈ ഉമിനീരിൻ്റെ ഒഴുക്ക് അളക്കാനുള്ള പ്രത്യേകതരം പരിശോധനകളുണ്ട്, അതും ഉൾപ്പെടുത്തും. സെറസ്റ്റോമിയ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, അതിനുള്ള ചില ടിപ്പുകൾ പറയാം. അതായത് ബേസിക്കലി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, വെള്ളം കുടിക്കുക നല്ലോണം. വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് കുറേ വെള്ളം കുടിക്കാണ്ട്, ഒറ്റ ടേക്കിൽ തന്നെ അങ്ങനെ കുറേ വെള്ളം കുടിക്കാണ്ട് കുറച്ച് ഇങ്ങനെ സിപ്പ് ചെയ്ത് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. അതായിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ. അതായത് കുറേ നേരം വെള്ളം കുടിക്കാണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് കുറേ വെള്ളം എടുത്ത് കുടിക്കുക, അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടേയിരിക്കും.
അതേപോലെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ച്യൂയിങ് ഗംസ് കിട്ടും. അത് കുറച്ചൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. പുകവലി, മദ്യപാനം ഒഴിവാക്കുക. ഡെൻറ്റിസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം സലൈവ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയും, അത് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഡെൻറ്റിസ്റ്റ് നിങ്ങൾക്ക് ഈ ഉമിനീര് ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള മരുന്നുകൾ, അതിൻ്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യാനുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതായിരിക്കും. അത് പ്രിസ്ക്രിപ്ഷനിൽ മാത്രം മേടിക്കാം. പിന്നെ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ദന്ത പരിശോധന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിന് നിങ്ങളുടെ ഓറൽ ഹെൽത്ത് നിരീക്ഷിക്കാനും പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താനും അതെല്ലാം നിയന്ത്രിക്കാനും ഉള്ള മാർഗങ്ങളും ഉപദേശങ്ങളും പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ സെറസ്റ്റോമിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇനിയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കാം കേട്ടോ. അപ്പോൾ സ്റ്റേ ഹെൽത്തി ആൻഡ് കീപ് സ്മൈലിംഗ്. നമസ്തേ.